ഹലോ ഗേസ്, എന്തെല്ലാം സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നുള്ളത് മലേഷ്യയിൽ KLCC എന്ന സ്ഥലത്താണ്. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടി കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോട്ട് പോവാം. ഇതാണ് ടവർ. KLCC ഏറ്റവും വലിയ ടവറാണ്. ഇതുകൊണ്ട് നിങ്ങൾ ഏറ്റവും മേലെ കയറിയിട്ട് ആ പാലത്തിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ടവർ താഴെ ഇറങ്ങും. ഈ ടവർ എന്ന് പറയുക ഉള്ളിൽ ഫുൾ ഷോപ്പിംഗ് മാളാണ് വരുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ടവർ ലീവാണ് തോന്നുന്നത്. ഉള്ളിൽ ആൾ കയറ്റി വിടുന്നില്ല. ഒന്നാമത് പെരുന്നാളിൻ്റെ തിരക്കിൽ അണ്ടമാനം ആൾക്കാരുണ്ടാവും. അപ്പോൾ കയറ്റി വിടുന്നില്ല ജനങ്ങളെ ഉള്ളിൽ കൂടെ. സൂപ്പറാണ്. വളരെ വലിയ ടവർ തന്നെ, വലിയ ടവർ. അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ഫ്ലാറ്റുകളാണ് കേട്ടോ കാണുന്നത്. ഒരു ദിവസം മലേഷ്യയിലൊക്കെ വന്ന് നോക്കണം. ടൂറിസ്റ്റ് കേന്ദ്രമല്ല മലേഷ്യ. വേറെ സ്ഥലത്തേക്ക് പോവാം. ഇതാണ് മസ്ജിദ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം മലേഷ്യയിലെ. അങ്ങ് നമ്മളെ ടവർ കാണുന്നില്ല. മലേഷ്യയിലെ പഴയ ടവറാണ്. ഇടയിൽ കൂടെ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച ടവർ. ഇത് കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മളെ ഇന്ത്യേൻ്റെ അതേ രൂപമാണ് മസ്ജിദ് ഇന്ത്യ. കാണാൻ ഭയങ്കര സ്ഥലമാണ്. അത് നമ്മളൊരു ടവർ. നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അത് മലേഷ്യയിൽ തന്നെ ആയിരുന്നു. സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരുന്നു. ഇതെല്ലാം അങ്ങോട്ട് കുറേ പോകണം. അപ്പോൾ അങ്ങനെ അവിടെ പോവുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഭയങ്കര ടയർഡായി. രാവിലെ ഇറങ്ങിയതാണ്. നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. MRT സ്റ്റേഷൻ ഇക്കൊഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ ഏറ്റവും അടിയിക്കാണ്. മൂന്നാമത്തെ നേരം അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ആണ് ട്രെയിൻ വരുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. പറഞ്ഞാൽ ഓരോ വാതിലിങ്ങനെ തുറക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ട്രെയിൻ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഗ്ലാസ് ഓപ്പൺ ആവും. ഇങ്ങനെയാണ് വരുന്നത്. ട്രെയിൻ വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും. ഓക്കെ, നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ കയറുന്നെടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
വെച്ചേക്കുന്ന കമ്പ്യൂട്ടർ എങ്ങനെ ചെയ്യും, ഓട്ടോമാറ്റിക് ഇങ്ങനെ പോകും. സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. സംവിധാനം akan tiba di Taman Sancak. Pintu sebelah kanan akan dibuka. You are now approaching Taman Sancak. Exit to the right door. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഈ ബിൽഡിംഗ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫ്ലാറ്റാണത്. എന്താ ഭംഗി കാണാനെന്നറിയാം അല്ലേ? പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക, ഒരു മണിക്കൂറോളം നമ്മൾ ട്രെയിനിൽ തന്നെ ഇരുന്നതാ. ഇത് കുറേ ഞാൻ കാണിച്ചിട്ടില്ല, കട്ട് ചെയ്ത് വിട്ടിക്കാണ്. ഗൈസ്, നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടാക്സി വിളിച്ച് ഇപ്പോൾ ടാക്സിയിലാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു തുരങ്ക വഴിയാണ് ഈ ടാക്സി പോകുന്നത്. ഒരു 2-3 കിലോമീറ്ററോളം ഏകദേശം ഉണ്ടാവും. ഇതിൻ്റെ മേലുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. ഒരു തുരങ്കത്തിൽ കൂടെയാണ് പോകുന്നത്. നമുക്ക് കാണാതെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഉൾഭാഗം നോക്കി 2 സൈഡും ലൈറ്റായിട്ട് പക്ഷെ ഞാനൊക്കെ എന്താ പറയുക, ചെറുപ്പത്തിലൊക്കെ ഗെയിം കളിക്കുമ്പോ കാറിൻ്റെ ഗെയിമെല്ലാം കളിക്കും. അപ്പം നമുക്ക് ഇപ്പം ഞാനിത് കാണുമ്പോൾ ഗെയിം കളിക്കുന്ന ആ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? രണ്ട് സൈഡ് ലൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു രസം ഉണ്ടാവില്ല. ആ ലൈറ്റും കൂടി അങ്ങോട്ട് വന്നായിട്ട് അട്രാക്ഷൻ വരും. 3 കിലോമീറ്റർ നല്ല കേട്ടോ. അതിൻ്റെ മേലെ ഉണ്ട്. ഇത് ഭയങ്കര ഫാസ്റ്റിലാണ്, ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ കുറവാണ്. പിന്നെ അതിൻ്റെ നമ്മൾ പെരുന്നാളായതുകൊണ്ട് പിന്നെ വണ്ടികൾ കുറവായിരിക്കും. ഇടയ്ക്കൊക്കെ മലേഷ്യയിലേക്ക് വന്ന് നോക്കൂ. നല്ല എന്താ പറയുക, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഒരുപാട് ക്യാഷൊന്നുമില്ല മലേഷ്യക്ക് വരണമെങ്കിൽ, വലിയ പൈസ ഒന്നുമില്ല. ഇപ്പോൾ ഒരു 10-20 റുപ്യ ഉണ്ടെങ്കിൽ ഏകദേശം വരാം നമുക്ക്. വിസിറ്റിങ്ങിനും ടിക്കറ്റിനും കൂടി എല്ലാം കൂടി. പിന്നെ നമ്മൾ കുറച്ച് ക്യാഷ് ഇവിടെ നിൽക്കാൻ കാണണം. 10-30-35 റുപ്യേൻ്റെ ഉള്ളിലൊക്കെ മതിയാവുമായിരിക്കും. കുറേ അങ്ങോട്ട് പോകണം കേട്ടോ, കുറേ പോകണം. ഞാനിത് കട്ട് ചെയ്യാണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ, കട്ട് ചെയ്തിട്ടില്ല.
സ്ഥലം എത്താനായിട്ടോ, നമ്മള് സ്ഥലം എത്താനായി. തുരങ്കം കഴിഞ്ഞു. ഇപ്പം നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.